ഇറാനിൽ യുദ്ധം ഇന്ന് തുടങ്ങും. നേരത്തെ പറഞ്ഞതുപോലെ 2026 ആരംഭിച്ചത് ശുഭ വാർത്തകളോടെയല്ല. ഇപ്പോൾ അതിൻ്റെ 2 ആഴ്ച പൂർത്തിയാകും മുമ്പേ വലിയൊരു യുദ്ധം വീണ്ടും ഏഷ്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അമേരിക്ക ചോദിച്ചു വാങ്ങിയ ഒരു യുദ്ധമാണിത്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാരോടും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ 24 മണിക്കൂറിനകം ഇറാൻ വിട്ടു പോകണം എന്ന്. കാരണം അത്ര ഗുരുതരമായിട്ടൊരു അവസ്ഥയിലേക്കാണ് യുദ്ധം പോകുന്നത്. അമേരിക്ക വിചാരിക്കുന്ന പോലെ അത്ര ഏകപക്ഷീയമായിട്ടുള്ളൊരു യുദ്ധമല്ല ഇറാൻ്റെ മണ്ണിൽ ഇനി നടക്കാൻ പോകുന്നത്. ഇറാൻ അത് വാൺ ചെയ്ത് കഴിഞ്ഞു. ഇറാൻ്റെ ഏഷ്യയിലെ സഖ്യകക്ഷികളോട്, മധ്യ ഏഷ്യയിലെയും പൂർവേഷ്യയിലെയും പശ്ചിമ ഏഷ്യയിലെയും സഖ്യ കക്ഷികളോട് ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. വേണ്ട മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുണ്ട്. കാരണം ഇറാൻ ആക്രമിക്കാൻ പോകുന്ന അമേരിക്കയിലേക്കല്ല, അമേരിക്കൻ മണ്ണിലേക്കല്ല. അതിനുള്ള സൈനിക ശക്തി വ്യാപ്തി അവർക്കില്ല. അവർ പോകുന്നത് അവരുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള രാജ്യങ്ങളെയാണ് ആക്രമിക്കേണ്ടി വരിക. ആ രാജ്യങ്ങളിലേക്കാണ് അവരുടെ മിസൈലുകൾ ഇനി പായുക. എന്തെന്ന് വെച്ചാൽ ആ രാജ്യങ്ങളിൽ അമേരിക്ക അവരുടെ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ആ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയായിരിക്കും പണ്ട് നമ്മൾ കണ്ടതുപോലെ തന്നെ ഇനി ഇറാൻ യുദ്ധം ചെയ്യുക. ഇത് അമേരിക്ക മുന്നേ കൂട്ടി കണ്ടിട്ടുണ്ട്. അമേരിക്കയുടെ ചാരസംഘടന CIA, സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി, അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഖത്തറാണ് അവരുടെ ടാർഗറ്റ് എന്ന് അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട്. ഖത്തറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമായിട്ടുള്ള ഉദൈദ് വിമാനത്താവളം അടച്ചിടാൻ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഉദൈദാണ് ഖത്തറിലുള്ള, ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള പശ്ചിമേഷ്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം. അത് അടച്ചിടാനും അവിടുത്തെ ജീവനക്കാരോട് തിരിച്ചു പോകാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഖത്തറിനെയാണെന്നാണ് വിവരം. ഈ ഖത്തറിലേക്കാണെന്നുള്ള വിവരം നമ്മളും മനസ്സിലാക്കിയിരിക്കണം. ഖത്തർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സൗഹൃദ രാജ്യമാണ്. തന്നെയല്ല, ധാരാളം മലയാളികൾ അവിടെ ജോലി ഉണ്ട്. ധാരാളം മലയാളികളുള്ള ഒരു രാജ്യമാണ് ഖത്തർ. അതുകൊണ്ട് ഇന്ത്യയുടെ ശ്രദ്ധയും അവിടെ വേണ്ടി വരും. ഇറാനിൽ നിന്ന് മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ മലയാളികൾ ധാരാളമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അവരൊന്നും സംഭീതരാവേണ്ട കാര്യമില്ല, അവരെ വെറുതെ സ്കെയർ ചെയ്യേണ്ട കാര്യമില്ല. എന്തെന്നാൽ ഇറാൻ ടാർഗറ്റ് ചെയ്യുക അവിടുത്തെ സൈനിക താവളങ്ങളെ ആയിരിക്കും, അല്ലാതെ സിവിൽ പൗരന്മാരെ ആയിരിക്കുകയില്ല. അങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ആ തരത്തിൽ പോവുകയില്ല. പക്ഷേ ഇറാനിൽ അങ്ങനെയല്ല. എവിടെയൊക്കെയാണ് അമേരിക്ക കൊണ്ടുവന്ന് ബോംബിടുക അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മിസൈലുകൾ പതിക്കുക എന്നുള്ളതൊന്നും നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയില്ല. അതൊരു യുദ്ധം തന്നെയായിരിക്കും. ഇറാനിലെ പൗരന്മാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ അങ്ങോട്ട് പോകുന്നത്. ആ പൗരന്മാരുടെ സ്വാതന്ത്ര്യം രക്ഷിക്കുക തന്നെയാണ്. അവിടെ പൗരന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നതിനെതിരെയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ബോംബുകളും മിസൈലുകളും ചെന്ന് പതിക്കുന്നത് നിരപരാധികളായിട്ടുള്ള പൗരന്മാർക്ക് മേലെയായിരിക്കും. അത് പക്ഷേ ഇറാൻകാർ മാത്രം ആവണമെന്നില്ല, ഇന്ത്യക്കാരുമാകാം, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാകാം. എന്തായാലും ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഒഴിപ്പിക്കലൊന്നും ഇതുവരെ നടന്നിട്ടില്ല. നമ്മൾ സാധാരണഗതിയിൽ ഈ നമ്മുടെ സൈനിക വിമാനങ്ങൾ അങ്ങോട്ട് അയച്ചിട്ട് കാർഗോ വിമാനങ്ങളാണ് അയക്കുക. അതിൽ ഇങ്ങനെ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. യുദ്ധം ആസന്നമായിട്ടുള്ള രാജ്യങ്ങളിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലും വളരെ വിജയകരമായിട്ട് നമ്മുടെ പൗരന്മാരെ എല്ലാം രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനൊരു ഓപ്പറേഷൻ ഇതുവരെ നടന്നിട്ടില്ല. എങ്കിലും വാർ ഈസ് എസ്കലേറ്റിംഗ് എന്നുള്ള വ്യക്തമായിട്ടുള്ള മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ രീതിയിലേക്ക് പോകും. ഏകപക്ഷീയമായിട്ടുള്ള ഒന്നായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു യോഗം വിളിച്ചിട്ടുണ്ട്. ഒരു വാർ യോഗമാണ്, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വാർ റൂം ഒരുക്കലാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എങ്ങനെ ഇറാനെ ഇല്ലാതാക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവരുടെ ഒരു എക്കാലത്തെയും ഒരു ശത്രുവാണ് ഇറാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ അമേരിക്കയിൽ ഖത്തർ മാത്രമല്ല, അവിടെ
UAE ഉണ്ട്, അവിടെയും ധാരാളം മലയാളികളും ഇന്ത്യക്കാരുമുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ഗൾഫ് രാജ്യമാണ് UAE. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്തേക്കും ചിലപ്പോൾ അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസിലേക്കും ഈ മിസൈലുകൾ പോകാനുള്ള സാധ്യതയുണ്ട്. തുർക്കി തീർച്ചയായിട്ടും ഉണ്ട്. കാരണം തുർക്കിയിലുമുണ്ട്. തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അവിടെയും അമേരിക്ക അവരുടെ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ തുർക്കിയെയും കൂടിയാണ് വാൺ ചെയ്തിരിക്കുന്നത്. ഈ വാൺ ചെയ്യലിന് പിന്നിൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്, അർത്ഥതലം കൂടി നമ്മൾ മനസ്സിലാക്കണം വരികൾക്കിടയിൽ. അതായത് നമ്മളൊക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്, അപ്പോൾ നമ്മൾ ഐക്യത്തോടെ നിൽക്കേണ്ട രാജ്യങ്ങളാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് പിന്തുണ നൽകരുത് എന്നുള്ളൊരു സന്ദേശം കൂടി അത് വരുന്നുണ്ട്. ആ വ്യത്യാസം അവിടെയുണ്ട്. സുന്നി മുസ്ലിങ്ങളാണ് ഇറാൻ ഒഴികെയുള്ള ബാക്കി രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. ഇറാനിലുള്ളത് ഷിയ മുസ്ലിങ്ങളുമാണെന്നുള്ള വ്യത്യാസം നിലനിൽക്കെ തന്നെ അവർ തമ്മിൽ നിതാന്തമായിട്ടുള്ള വൈരമുണ്ട്. ഒരുപക്ഷെ മറ്റു മതങ്ങളും ഇസ്ലാമുമായിട്ടുള്ള ആ ഒരു വൈരത്തേക്കാൾ വലിയ വൈരമാണ് ഷിയകളും സുന്നികളും തമ്മിൽ ലോകത്തുള്ളത് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. അമേരിക്കൻ താവളങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഈ തിരിച്ചടി തീർച്ചയായിട്ടും ഒരു ആഗോള യുദ്ധത്തിൻ്റെ പ്രതീതി. പശ്ചിമേഷ്യ വീണ്ടും സമാധാനം കൈവിട്ടുകൊണ്ട് വലിയൊരു യുദ്ധത്തിൻ്റെ ഒരു പ്രാരംഭത്തിലേക്കെന്ന് പറയണം. കാരണം ഇത് ഉടനെയെങ്ങും ഈ തിരിച്ചടി വാങ്ങിക്കൊണ്ട് തിരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമല്ലാതെ അതിൻ്റെ ചരിത്രം അത് തെളിയിക്കുന്നുണ്ട്. പണ്ടും അമേരിക്ക യുദ്ധം നടത്തിയിരുന്നു ഇറാനെതിരെ. അതിനെയൊക്കെ നേരിട്ട് വീണ്ടും ഒരാണവ ശക്തിയായിട്ട് വരാൻ ശ്രമിച്ച ഒരു രാജ്യമാണത്. ആ ശക്തി ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, അത് ഉറച്ചു പറയുന്നുമുണ്ട്. അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് അവിടെ അവരുടെ ആണവായുധ വികസനം തടഞ്ഞു എന്ന് പറയുന്നത് സംശയത്തിൻ്റെ ഒരു ആനുകൂല്യത്തോട് മാത്രമേ നമുക്ക് വിശ്വസിക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരം ഒരു ആണവ രാജ്യം കൂടിയായിട്ടുള്ള ഇറാന് നേരെയാണ് ആക്രമണം നടത്തുന്നത് എന്നുള്ളത് വളരെ നീണ്ടു നിൽക്കുന്നതും ആപൽക്കരവുമായിട്ടുള്ള ഒരു യുദ്ധമാണെന്നുള്ളതിനും ഒരു വിധത്തിലുള്ള സംശയമില്ല. അതുപോലെ തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാക്ചിയും അതുപോലെ തന്നെ ട്രംപിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും തമ്മിൽ ഈ കഴിഞ്ഞ ദിവസം വരെ തുടർച്ചയായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനെങ്ങനെങ്കിലും ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ്. അതായത് അവിടെ നടക്കുന്നത് പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭം എന്ന് പറയുന്നത് അവിടുത്തെ ഇറാനിയൻ റിയാലിൻ്റെ തുടർച്ചയായിട്ടുള്ള വിലയിടിവിനെ തുടർന്ന് വമ്പിച്ച വിലക്കയറ്റം ഉണ്ടായിരിക്കുകയാണ്. ആ വിലക്കയറ്റത്തിനെതിരെ ഉള്ള ഒരു പ്രക്ഷോഭമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രക്ഷോഭത്തെ ഇറാൻ്റെ പോലീസ് സൈനിക വിഭാഗമായിട്ടുള്ള ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് അതിശക്തമായിട്ട് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രക്ഷോഭകാരികൾക്കെതിരെ ആക്രമണം, നിറയൊഴിക്കൽ ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് കൊലപാതകങ്ങൾ നടത്തുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം അവിടെ മൃതദേഹങ്ങൾ കൂടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രക്ഷോഭകാരികളെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ പലരെയും കൊല്ലുന്നുമുണ്ട്, കഴിവിലേറ്റുന്നുമുണ്ട്, തൂക്കിക്കൊല്ലുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയും മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രക്ഷോഭകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇറാനിലുള്ളത്. അതിനെതിരെയാണ് അമേരിക്കയുടെ പടപ്പുറപ്പാട്. ആ പടപ്പുറപ്പാടോടുകൂടി മരണം, ദുരിതം ഇനിയും കൂടുകയുള്ളൂ ഇറാനിൽ. പക്ഷേ ഇറാൻ എന്ന് പറയുന്നത് വളരെയധികം റെസീലിയൻസ് ഉള്ള ഒരു രാഷ്ട്രമാണ്. അങ്ങനെയൊന്നും പിന്മാറുകയോ കീഴടങ്ങുകയോ ചെയ്യുന്ന ഒരു പ്രവണതയുള്ള ഒരു രാജ്യമല്ല. വെനസ്വേലയിലെ പോലെ അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. അപ്പോൾ ഇതിലൊന്നും യാതൊരു വിധമായ ലക്കും ലഗാനും ഇല്ലാതെ നട്ടും ബോൾട്ടും പോയ ട്രംപ് എടുത്തങ്ങ് ചാടുകയാണ്. മേക്ക് അമേരിക്ക ബിഗ് അഗെയിൻ. മേക്ക് അമേരിക്ക അല്ല, മേക്ക് ട്രംപ് ബിഗ് അഗെയിൻ എന്നുള്ളതും ഒരു വളരെ അല്പമായിട്ടുള്ള, വളരെ സങ്കുചിതമായിട്ടുള്ള ഒരല്പത്തരം ഒരു പൊങ്ങച്ചം മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ളൂ. അപ്പോൾ ഒരു പൊങ്ങച്ചൻകാരന് എങ്ങനെ ലോകത്തെ നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ആര്യൻ വംശത്തിൻ്റെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ എങ്ങനെ ലോകത്തെ മുഴുവൻ നശിപ്പിച്ചോ 2 ലോകമഹായുദ്ധങ്ങളിൽ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സംഭവമാണ് ഇത്. അമേരിക്കയുടെ അഭിമാനം കാക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങളുടെ ആത്മാഭിമാനം തന്നെ ഇല്ലാതാക്കുക, അതുപോലെ തന്നെ കൂടുതൽ മരണം വിതയ്ക്കുക, ഇതൊക്കെ ഒരു
സമനില തെറ്റിയ, മനോനില തെറ്റിയ ഭരണാധികാരിയെ പോലെ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതഭ്രാന്ത് പിടിച്ച ഒരു രാഷ്ട്രം തന്നെയാണ് തീർച്ചയായിട്ടും ഇറാൻ. അങ്ങനെ ഭ്രാന്തന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സമനില തെറ്റാത്ത നമ്മളെപ്പോലെ ഉള്ളവരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.